ജൂൺ 5-ാം തീയതി പ്രകൃതി ദിനമായിരുന്നു അത്രേ. എന്താണ് പ്രകൃതി ദിനം? പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കുന്ന ദിവസം. പ്രകൃതിയെ നശിപ്പിക്കാൻ പഠിപ്പിച്ചവർ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു ഫലപ്രദമല്ലാത്ത സന്ദേശം നൽകുന്ന ദിവസമാണ് പ്രകൃതി ദിനം. സത്യത്തിൽ ഈ പ്രകൃതിയെ ഒരു ചൂഷണം ചെയ്യാവുന്ന വിഭവമാക്കി കാണാൻ തുടങ്ങിയത് എന്നു മുതലാണ് മനുഷ്യൻ. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം യൂറോപ്പിൻ്റെ നേതൃത്വത്തിൽ വന്ന ലോകവ്യവസ്ഥിതിയിലാണ് പ്രകൃതിയെ ഒരു ചൂഷണ ഉപാധിയായിട്ട് മനുഷ്യൻ കാണാൻ തുടങ്ങിയത്. അതിൻ്റെ അനന്തരഫലമാണ്. അതിന് സുപ്രധാനമായ കാരണം പ്രകൃതിയെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയായി ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ പ്രകൃതിയോട് അതിൻ്റേതായ ഒരു ബഹുമാനവും സ്നേഹവും ഇണങ്ങിച്ചേരലൊക്കെ ഉണ്ടായിരുന്നു. കാരണം പ്രകൃതി എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും ആ സൃഷ്ടിപ്പ് മുഴുവൻ എൻ്റെ സൃഷ്ടാവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നുള്ള വിശ്വാസവും സൃഷ്ടാവിൻ്റെ വരദാനമായി നിലക്ക് കിട്ടിയ അനുഗ്രഹം എന്ന നിലക്ക് അതിനോടുണ്ടാകുന്ന ഒരു നന്ദി പ്രകടനവും ആദരവുമൊക്കെ ഉണ്ടായിരുന്നു. സൃഷ്ടാവ് എന്ന സങ്കല്പത്തെ തന്നെ നിഷേധിച്ചതോടുകൂടി ഇത് നമുക്ക് ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് മനുഷ്യന് കാണാനുള്ള ധൈര്യം കിട്ടി. അങ്ങനെയാണ് പ്രകൃതി നശിക്കാൻ തുടങ്ങിയതും പ്രകൃതിയെ ചൂഷണം ചെയ്ത് അനിയന്ത്രിതമായ വിധത്തിൽ ചൂഷണങ്ങൾ ആരംഭിക്കുന്നത്. മറ്റത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വളരെ അത്യാവശ്യമായ ഒരു ചെറിയ ഓഹരി മാത്രമേ മനുഷ്യൻ ഇതിൽ നിന്നും ഉപഭോഗം ചെയ്തിരുന്നുള്ളൂ. പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. മരങ്ങളുടെ മുറിക്കലും മറ്റു പ്രകൃതി വിഭവങ്ങളൊക്കെ കൊള്ളയടിക്കലൊക്കെ ആരംഭിച്ചപ്പോൾ പ്രകൃതി ഇന്ന് കാണുന്ന വിധത്തിൽ പ്രകൃതി ദുരന്തങ്ങളുടെ അവസ്ഥയിലേക്ക് മാറി. ഇതിന് വഴിവെച്ചത് ഈ ദൈവനിഷേധവും ഭൗതികവാദവുമാണ്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് ഭൗതികവാദികൾ കപടമായ രൂപത്തിൽ പ്രകൃതി ദിനം ആചരിച്ചാൽ ഇതിനൊക്കെ പരിഹാരമാകുമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് വളരെ വലിയ വിഡ്ഢിത്തരം മാത്രമാണ്. അതൊരിക്കലും പ്രായോഗികമാകാൻ പോകുന്നില്ല.